ഹലോ അസ്സാം വലൈക്കും. ഇന്നുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും യോനേടപ്പം ഈ നട്ടപ്പാതിരാക്ക് പോകുന്നത്. അപ്പോൾ നട്ടപ്പാതിരാക്ക് ഞാൻ പോകുന്നുള്ളത് മുസഫയിലേക്ക്. അബുദാബി സിറ്റിയിൽ നിന്ന് മുസഫയിലേക്ക് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ അത്തായം കഴിക്കാനായിട്ടാണ് പോകുന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും നോമ്പ് മുറിച്ചത് മാത്രം, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നോമ്പ് മുറിക്കുന്ന സമയത്ത് ചെറുമാതിരി കഴിച്ചത്. എന്തിന് ഈ 12 മണിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. 12 മണിക്ക് ഈ കാണുന്ന ഡിഷസ്, ഈ കാണുന്ന സ്പെഷ്യൽ ഈ ഫ്രൈ ഐറ്റംസും ഈ അത്തായം എല്ലാം ഇവിടെ റെഡിയാവും. ഈ കല്ലുമ്മക്കായിൻ്റെ ഈ ഗ്രേവി ആയാലും ഫ്രൈ ആയാലും മീനിൻ്റെ മുട്ടയായാലും മീൽസ് ആയാലും എല്ലാം റെഡിയാണെങ്കിൽ 12 മണിക്ക് ശേഷം മാത്രമേ അവിടെ റെഡിയാവും. അപ്പോൾ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ എത്തുന്നുണ്ടെങ്കിൽ 12 മണീൻ്റെ കുറച്ച് മുമ്പ് ഒരു 11:45 എല്ലാം ആകുമ്പോൾ നിങ്ങൾ എന്താക്കണം, ഈ നമ്പറെല്ലാം കൊടുത്തിട്ട് ടോക്കൺ എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് വരാൻ പറ്റൂ. പിന്നെ ഈ ചട്ടിച്ചോറിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കോഴിക്കോട് സ്റ്റാറിൻ്റെ ഈ അയക്കൂറ ഫ്രൈ ആയാലും കൂന്തലിൻ്റെ വറവായാലും മീൻ പീര ആയാലും പിന്നെ എന്താ പറയൽ കല്ലുമ്മക്കായിൻ്റെ ഫ്രൈ ആയാലും എല്ലാം ടോട്ടലി എന്താ പറയൽ അൺസൈക്കബിൾ എന്നെല്ലാം പറയല്. ഇത് കണ്ട ഒരു മനുഷ്യന് സഹിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി ടേസ്റ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളം വരുന്ന ഇങ്ങനെ വായിന്ന്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തന്നെ നോമ്പ് മുറിക്കാനായ സമയത്താണ്, പിറ്റേ ദിവസം. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് കൊതിയായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ ഡെയിലി ഈ അത്താഴത്തിന് പോകാൻ പറ്റുമോ? അബുദാബി നല്ല ഫാമിലിയിലെല്ലാം കൂട്ടിയിട്ട് പോകുന്ന കുറച്ച് പണിയല്ലേ. അപ്പം നിങ്ങൾ എന്താക്കുക, ഒരു പ്രാവശ്യമെങ്കിലും പോവുക, ട്രൈ ചെയ്യുക. കോഴിക്കോട് സ്റ്റാർ മുസഫ ട്രൈ ചെയ്ത്